സിവിൽ പോലീസ് ഓഫീസർ 2024 എക്സാമിനേഷൻ ഇന്ന് ജൂൺ 8 2024 കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ എക്സാം എങ്ങനെയായിരുന്നു, ഈസി ആണോ, മോഡറേറ്റ് ആണോ, ഡിഫിക്കൽട്ടാണോ, അല്ലെങ്കിൽ എത്ര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു വിശകലന വീഡിയോ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. കോഡ് 066/2024 സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വാസ് നോട്ട് ടു ഡിഫിക്കൽട്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ഡിഗ്രി പ്രിലിംസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു. ഓക്കെ, പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ടു മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ഓക്കെ, GK നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. രണ്ടും മിക്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. ഇൻഫാക്ട് സയൻസിൽ മാത്രമേ നമുക്ക് നമ്മൾ കുറച്ച് നെഗറ്റീവ് അടിക്കാനും അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് GKയിൽ ഒരു 35 മാർക്കൊക്കെ അത്യാവശ്യം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു 30 മാർക്കൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഇഫ് യു വാണ്ട് ടു ക്ലിയർ ദി കട്ട് ഓഫ്. ഓക്കെ, 35 മാർക്ക് കിട്ടിയേ പറ്റൂ. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടാവും. പലർക്കും 60, 62, 64 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നെഗറ്റീവ് വന്നിട്ട് മാർക്ക് നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒത്തിരി പേര് ഇന്നത്തെ എക്സാമിനുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ എത്രത്തോളം എളുപ്പമാവുന്നോ അതിനനുസരിച്ച് നെഗറ്റീവും കൂടും. ഓക്കെ, നമുക്ക് ശ്രദ്ധയില്ലാതെയാവും. ആൻഡ് നമ്മൾ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ GKയിൽ ഒരു 35 മാർക്കൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മാത്സിലേക്ക് വരികയാണെങ്കിൽ മാത്സ് ഓക്കെ, ഇറ്റ് വാസ് ഓക്കെ. മാത്സ് ഭയങ്കരമായ ബുദ്ധിമുട്ടിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ട് ശീലിച്ച ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെയാണ് മാത്സിൽ ചോദിച്ചിട്ടുള്ളത്. പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു മാത്സിൽ ഒരു 7 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 3 ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നല്ല ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളൂ. സോ GKയിൽ ഒരു 35 മാർക്ക്, മാത്സിൽ ഒരു 7 മാർക്ക്. ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 7 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 5 മാർക്ക്, ഇറ്റ് വാസ് ഓക്കെ, 5 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് സെലക്ട് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, പിരിച്ചെടുത്ത്. ഓക്കെ, അതൊക്കെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് 18 മാർക്കൊക്കെ നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ അവസാനം ഒരു മാസമൊക്കെ നല്ല രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് 18 അല്ല 20 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദിച്ചിട്ടുള്ളത്. 20 തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് ഒരു 72 മാർക്ക് അത്യാവശ്യം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞ 2 CPOയും ഞാൻ എഴുതിയതാണ്, ഞാൻ ക്വാളിഫൈയും ചെയ്തതാണ് ഫിസിക്കൽ ടെസ്റ്റിന്. ഓക്കെ, സോ അത് വെച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ CPO ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഡയറക്റ്റ്ലി ആസ്കിങ് ആണ്, അല്ലാതെ ഇൻഡയറക്റ്റ്ലി ഒന്നും അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച രീതിയിലൊന്നും ചോദിച്ചിട്ടില്ല. സോ ഇന്നത്തെ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത്, ഞാൻ 72 മാർക്ക് എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഒരു മാർക്കാണ് 72 എന്ന് പറയുന്നത്. ഇത് കട്ട് ഓഫ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഡെഫിനറ്റ്ലി ഈ CPO എല്ലാ വർഷവും എക്സാമിനേഷൻ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ, എല്ലാ വർഷവും എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേക്കൻസീസൊക്കെ വളരെ കുറവായിരിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പണ്ടത്തെ പോലെ 1000 പേരെ ഒന്നും എടുക്കാൻ പോകുന്നില്ല, വളരെ കുറച്ച് പേരെ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, ഇനി വരുന്ന CPO ലിസ്റ്റൊക്കെ വർഷം എക്സാമിനേഷൻ വരുമല്ലേ, സോ ആ ഒരു രീതിയിലേക്ക് എത്തും. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് ഇന്ന് ഒരു 60 മാർക്കിന് മേലെ വാങ്ങിച്ചവരെല്ലാം ഫിസിക്കൽ ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, 65 മാർക്കൊക്കെ വാങ്ങിച്ചവർ എന്തായാലും ഫിസിക്കൽ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. 60 മാർക്ക് വാങ്ങിച്ചവരും ഫിസിക്കൽ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. യു ഗൈസ് ആർ സേഫ്, 100% നിങ്ങൾ സേഫാണ്. ഓക്കെ, ഇതൊരു ഫിസിക്കലുള്ള ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ 60+ ആയിരിക്കും ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത്.
കട്ട് ഓഫ് ഞാൻ ഒരിക്കലും 60 65 പറയുന്നില്ല. കട്ട് ഓഫ് ഇൻഫാക്റ്റ് ഒരു 55 ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു 50 55 ഒക്കെ ഇടയിൽ 55 ഉള്ളിൽ തന്നെയാണ് കട്ട് ഓഫ് ഒക്കെ വരാൻ പോകുന്നത്. 52 55 ഒക്കെ ഇടയിലാണ് കട്ട് ഓഫ് വരാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കട്ട് ഓഫ് കൂടാനേ സാധ്യതയുള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് പേരെ ലിസ്റ്റിൽ എടുക്കാനും സാധ്യതയുള്ളൂ. സോ ഇറ്റ് ഈസ് ദ റിയാലിറ്റി. ഓക്കെ, സോ ഇവിടെ ഒരു കട്ട് ഓഫ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇൻഫാക്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് 60+, ജസ്റ്റ് ഗോ ഫോർ ദ ഫിസിക്കൽ ടെസ്റ്റ്. ഓക്കെ, കട്ട് ഓഫ് ഒരിക്കലും കുറയാനും പോകുന്നില്ല. ഓക്കെ.